കണ്ടെത്താം. വരൂ. സാറേ സുഖം തന്നെയല്ലേ? സുഖം. നാണം വന്നപ്പോൾ നാണിച്ചു നാണു. എന്റെ അമ്മോ, ഞാനിതാ വീണു. അടികൈ. ഇവിടെ വരൂ. നിങ്ങൾ എന്താ എന്നെ ഏതെങ്കിലും ചുമരാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ചാടി വന്ന് പോസ്റ്റിന്റെ പുറത്തിരിക്കുന്നത് പോലെ ഇരിക്കുകയാണല്ലോ. താഴേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിരി ഞാൻ നല്ല പിടവടയ്ക്കും. പറഞ്ഞേക്കാം. കൊച്ചളിയ, സത്യത്തിൽ എനിക്കിപ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വെറുതെ വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു പോം വഴി കണ്ടെത്താം. ഇവിടെ വരൂ. നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളെന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നല്ലോ. ആ മേഡത്തിന്റെ മുടി വെളുത്തിരിക്കുക, അതുകൊണ്ട് അവര് വല്ലാത്ത വിഷമത്തിലാ. മുടിയായാൽ തീർച്ചയായും വെളുക്കും. കള്ളിച്ചെടിയിൽ പഴമുണ്ടാവില്ല, റോസാപ്പൂവിൽ തേനുണ്ടാവില്ല. ഇതിൽ ദുഃഖിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരു ദിവസം എല്ലാവരുടെ മുടിയും നരയ്ക്കും. ഈ കാര്യം മാഡത്തിന് മനസ്സിലാക്കി കൊടുക്കണം. വീട്ടിലുള്ള പാറ്റ ഒരിക്കലും ആനയെ കടിക്കില്ല. മിസ് കാട്കർ, നിങ്ങളെ ഞാൻ ഒരിക്കലും ദുഃഖിതയായിരിക്കാൻ വിടില്ല. നിങ്ങളുടെ കവിത കേട്ട മേഡം തീർച്ചയായിട്ടും ദുഃഖിതയാവും. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഔഷധ ചെടികളൊക്കെ എങ്ങോട്ടാ മാറ്റിയത്? മിസ് കാട്കർ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ ദുഃഖിതമായിട്ട് കാണേണ്ടി വരും. ഒരിക്കലുമില്ല, ഞാൻ അവരെ സന്തോഷിപ്പിക്കും. പാവയ്ക്ക പച്ചക്ക് കഴിച്ചാൽ തീർച്ചയായും അതിൽ കയ്പുണ്ട്. മിസ് കാട്കർ, നിങ്ങൾ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. അടികൈ. അതെ മേഡം. ഓ ഐ നോ, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെന്റ് ഖന്ന സർ. ഓ, പക്ഷെ ഈ കോംപ്ലിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് പറഞ്ഞത് ഖന്ന സർ? സന്തോഷത്തിനല്ല, മേഡത്തിന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയാ പറഞ്ഞത്. ഇന്ന് ഹാപ്പി ഡേ മേഡം. എല്ലാവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. മേഡത്തിനെ സന്തോഷപ്പെടുത്തട്ടെ. ഞാൻ പക്ഷെ സന്തോഷവതിയാണ്. എന്നാൽ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കൂ മിസ് കാട്കർ. പൂ എന്നാൽ മണം വേണം, മണ്ണെന്നാൽ അതിന് ഗുണം വേണം. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ മേഡത്തിന് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? ഇവിടെ വരൂ. താങ്കൾ കാട്കർ ആണോ? ആണെങ്കിൽ താൻ എങ്ങനെയാണ് അങ്ങനെ ആയത്? തന്റെ വാക്യത്ത് എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഡോക്ടർ ബാലു, നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. എന്റെ പുതിയ ഹെയർ കളർ എങ്ങനെയുണ്ട്? ഹെയർ കളറോ? പക്ഷേ നിങ്ങളുടെ എല്ലാ ഹെയറും ഒരേ കളറിലാണല്ലോ. അതെയോ? എങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഞാൻ ഇന്ന് ഒരു പരുവത്തിലാക്കും. അവൻ എന്നോട് പറഞ്ഞത് ഇപ്രാവശ്യം വളരെ ഡിഫറന്റ് ആയിരിക്കുമെന്നാണ്. ഡൈ? ആ, എന്റേത് വെളുത്ത മുടിയാണ്, പക്ഷേ ഞാൻ ഡൈ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ആർക്കും മനസ്സിലാവില്ല. പൈപ്പ് കിടയിൽ വരും പ്ലംബർ. ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ. അടികൈ. ഡോക്ടർ ബാലു, നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. മറ്റുള്ളവരിത് ചെയ്യാമല്ലേ? അതായത് വെളുത്ത മുടിയുള്ളവർ. ആ അതെ മേഡം, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഓഹോ, ഇതെന്താണ്? ഞാൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? മാത്രമല്ല, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോ അങ്ങനെ സംസാരിച്ചു പോയി. സംശയം. പക്ഷെ നമ്മുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല. അതെ മേഡം, ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ കേട്ടതാ. അവര് ദുഃഖിതയാണ്. നമ്മളെന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. സംശയമുണ്ടോ? പോപ്പന്റെ പക്കൽ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക ബണ്ണി? മുടി വെളുത്താലൊന്നും സംഭവിക്കില്ല എന്ന് മേഡത്തിന് നമ്മൾ വിശ്വാസം കൊടുക്കണം. മനസ്സിലായ? ബണ്ണിയുടെ പക്കലും ഒരു പ്ലാൻ ഉണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല. നിനക്കങ്ങനെ അറിയാം എന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടെന്ന്? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് നീ ഉടൻ തന്നെ പറയില്ലേ എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ടെന്ന്, ഐഡിയ, എന്നിട്ട് കേക്കൂ എന്നൊക്കെ നീ പറയാറില്ലേ? പ്ലാനൊന്നുമില്ല, ഉണ്ടാക്കി എടുക്കണം. ആ ഉണ്ട വേണമെന്നുണ്ടെങ്കിലേ ഇതവിടെ ബോട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ട വെച്ച് നീ എന്താ ചെയ്യാൻ പോണേ? എടാ മരം കഴുതേ, അലുമ്പാക്കല്ലേ. പ്ലാൻ ഉണ്ടാക്കി എടുക്കണം. എന്തെങ്കിലും ആലോചിക്ക്. ഇവിടെ ഒരു കരാ സാർ, എന്ത് നല്ല കുട്ടികളാണിവർ. മിസ് കാട്കറിന്റെ അടുത്ത് എന്തുമാത്രം സ്നേഹമാണ് അവർക്ക്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം മധുരം. അപ്പൊ ഉണ്ടാകും മിസ് കാട്കർക്ക് സന്തോഷം. അടികൈ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മിസ് കാട്കർക്ക് നമ്മൾ വിശ്വാസം നൽകണം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ തലയ്ക്കകത്ത് കയറിയായിരുന്നോ? അതെ, നമുക്ക് എന്തായാലും ഈ കുട്ടികളെ സഹായിക്കണം. ഹണി, ഞാൻ ദാ പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഓഹോ, എന്റെ അമ്മച്ചി, ഇത് ഒരുപാടങ്ങ് വെളുത്തു പോയല്ലോ. ഓഹോ, എന്താ? ഒന്നുമില്ല, ബണ്ണി എന്നോട് പറഞ്ഞായിരുന്നു മേഡത്തിന്റെ മുമ്പിൽ അത് പറയാൻ പാടില്ലെന്ന്. ഓഹോ, എന്നാ പറയേ, എന്താ അവൻ പറയരുതെന്ന് പറഞ്ഞത്? ഓഹോ, ഖന്ന സർ, നിങ്ങളുടെ മുടി മുഴുവൻ വെളുത്തു പോയല്ലോ. വീട്ടിലുണ്ടാകണം എപ്പോഴും ട്യൂബ് ലൈറ്റ്. ഞാൻ എന്റെ മുടിയിൽ ചെയ്തു ഹൈലൈറ്റ്. അടികൈ. പക്ഷെ എന്തിനാ വെളുപ്പിച്ചത്? ജയിക്കണമെങ്കിൽ എപ്പോഴും തോൽക്കാതെ പൊരുതും. മുടി വെളുത്തവർ എപ്പോഴും ബുദ്ധിമാനെന്ന് കരുതും. അടികൈ. ഓഹോ, ഇതെന്താ? ഈ വെളുത്ത നിറമുള്ള കാക്ക എന്തിനാണ് വീടിനകത്ത് കയറിയത്? ഓഹോ,
ഞാൻ വെളുത്ത കാക്കയല്ല മേഡം, സംശയമുണ്ടോ? എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? മേഡം ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ വെളുത്ത കാക്കയെ പോലെ ഉണ്ടെന്ന്. കാണാൻ നന്നായിട്ടുണ്ട്. വൈറ്റ് ഈസ് ദ ബെസ്റ്റ്. എന്ത് കൊള്ളാന്നാ പറയുന്നത്? എനിക്ക് കാണുമ്പോ തോന്നുന്നത് നല്ല വെള്ള പായസത്തിൽ ജാം ഒഴിച്ചതുപോലെയാണ്. ഓഹോ, ഓ. മാഡം, ഈ മാഡം NGO നടത്തുകയാ. മാഡത്തിന്റെ പഴയ വസ്ത്രങ്ങളെല്ലാം ഇവർക്ക് ഡൊണേറ്റ് ചെയ്തേക്കൂ. ഓഹോ, അതെന്താന്ന് വെച്ചാൽ ഞാനത് അന്വേഷിക്കേണ്ടി വരും ബണ്ണി. കൊടുത്തേക്ക് മാഡം. ഇവരെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നി. നോക്കൂ മാഡം, ഇവരുടെ മുടി എത്രമാത്രം മനോഹരമാണ്. അത് വളരെ നന്നായിട്ടുണ്ട്. ഇവരുടെ തല കണ്ടിട്ടേ ഉമിക്കിരിയിൽ ആരോ പഞ്ചസാര കൊണ്ട് ഇട്ട പോലെ ഉണ്ട്. ഓഹോ, ഓ സോറി സോറി, കുട്ടിയാണ്, ക്ഷമിച്ചേക്കണേ. എന്റെ ഈ മരുന്ന് തലയിൽ തേച്ചാൽ മതി. വയസ്സായാലും സൗന്ദര്യം കിട്ടും. ചെറുപ്പത്തിൽ മുടി നരച്ചവർക്ക് നല്ല കറുത്ത മുടി കിട്ടും. എനിക്ക് വേണ്ടേ ഡ്യൂപ്ലിക്കേറ്റ് എണ്ണയെന്നും. ഇവിടെ വരൂ. എന്റെ തൈലത്തെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുകയാണോ? കാട്ടിലെ സിംഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മണക്കുന്ന പൂവ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മാവിൽ നിന്ന് കിട്ടുന്ന മാങ്ങ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ തൈലം ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ഇത് തേച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അഴകാർന്ന കാർക്കൂന്തൽ. എനിക്ക് മുടി കറുപ്പാക്കണ്ട. സോഷ്യൽ മീഡിയയിൽ എന്റെ ഈ മുടി എന്ത് ഹിറ്റാണെന്നോ. എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയാണ്. ഇത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ മുടിയും നിങ്ങളുടെ നിറവും വളരെ മനോഹരമാണ്. അതെ, ഇവരുടെ മുടി കണ്ടു തന്നെയാണ് ഞാനും കോപ്പി അടിച്ചത്. മിസ് കാട്കർ, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ നോക്കൂ, എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടം. ഓഹോ, അത് നല്ല കാര്യം തന്നെയാണ്. ഓ, താങ്ക് യു സോ മച്ച്. പക്ഷെ ഐ ലവ് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ. എനിക്ക് നരച്ച മുടി ഒരുപാട് ഇഷ്ടമാണ്. അവധി കിട്ടാതെ എന്തിനാണ് നാട്ടിൽ പോയത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിതയായത്? ഞാൻ എപ്പോഴാ ദുഃഖിതയായത്? അപ്പൊ മേഡം ദുഃഖിതയായിരുന്നില്ലേ? ഞാൻ എന്തിനാണ് ദുഃഖിതയാകേണ്ടത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹണി, മര്യാദയ്ക്ക് പറയൂ, എന്താ സംഭവിച്ചത്? ഞാൻ കഴുതയാണെന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ ഞാൻ അത്ര വലിയ കഴുതയൊന്നും അല്ല. കാരണം മേഡത്തിന്റെ മുടി നരച്ചത് കാരണം മേഡം വല്ലാതെ ദുഃഖിതയായിരുന്നു. പക്ഷെ മുടി വെളുത്തത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മേഡത്തിന് ഇവർ സമാധാനിപ്പിക്കായിരുന്നു. എന്റെ മുടി എവിടെയാ വെളുത്തിരിക്കുന്നത്? ഇന്ന് ടിവിയിൽ നടക്കുന്ന ബോക്സിംഗ് മാച്ച് നമ്മുടെ കൂടെ ഇരുന്ന് കാണാന്ന് ഖന്ന സാറും കിറ്റിയെ സമ്മതിച്ചിട്ടുണ്ട്. ഹണി, സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ. എന്റെ ബോധം എങ്ങാനും പോയാൽ പിന്നെ എല്ലാം മിസ്സാകും. ഡില്ലു ഫൈൽവാന്റെയും ടില്ലു ഫൈൽവാന്റെയും ഫൈറ്റ് ഇന്നത്തോടെ ലൈഫ് ടൈം ചാൻസ് ആണ്. ഇന്നത് ഹോട്ട് ചോക്ലേറ്റും സ്നാക്സും കഴിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാച്ച് കാണാൻ പോവുകയാണ്. എന്നാ പിന്നെ കുറേശ്ശായിട്ട് കുടിക്കായിരുന്നില്ലേ? എല്ലാം കൂടി ആരാ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറഞ്ഞത്? അയ്യോ, നീറുന്നു. ഇതൊക്കെ നീ കാരണോടാ സംഭവിച്ചത്. ബോക്സിംഗ് ഗ്ലൗസ് ഇടാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഇടുന്നത്? ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിക്കടാ. തണുത്ത മിൽക്ക് ഷേക്ക്. അയ്യോ, കറണ്ട് ഇല്ല, ടി വി ഇല്ല, മാച്ച് ഇല്ല.
ആ, അങ്ങനെ സംഭവിക്കില്ല. ഒരു കാര്യം ചെയ്യാം, മിണ്ടാതെ അവന്മാരുടെ വീട്ടിലേക്ക് അങ്ങ് പോയേക്കാം. മാച്ചും കാണാം, കിറ്റിയോടൊപ്പം ഇരിക്കുകയും ചെയ്യാം. കൂടാതെ അവന്മാർക്ക് കിട്ടൊരു പണിയും കൊടുക്കാം. അടിപൊളി. എന്നെ പോലെ ബുദ്ധിമാൻ വേറെ ആരാ ഉള്ളത്? ഓഹോ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരുന്ന ആ സമയം ദാ വന്നിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് മഴ പെയ്തേക്കാം. മഴ പെയ്തില്ലെങ്കിൽ നല്ല ഇടിയും മിന്നലും ഉണ്ടായേക്കാം. ബില്ലു പയൽമാനും തമ്മിലുള്ള ബോക്സിംഗ് മാച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുന്നതാണ്. മാച്ച് തുടങ്ങാൻ പോവുകയാണ്. കന്നാ സാർ കിട്ടി എന്തുകൊണ്ടാണ് ഇതുവരെ എത്താത്തത്? കന്നാ സാർ വരുന്നുണ്ടോ ഇല്ലയോ? പക്ഷെ ഞാൻ എത്തിക്കഴിഞ്ഞു. പതുക്കെ കിച്ചൺ വഴി അകത്ത് പോയേക്കാം. സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ അടുത്തുള്ള കടയിൽ ചെല്ലൂ. ഇന്ന് എന്തായാലും നിങ്ങളോടൊപ്പം ഈ കോമ്പറ്റീഷൻ കണ്ടുകളയാം. ഗില്ലു വേഴ്സസ് ബില്ലു. അടികൈ. ഇന്നത്തെ മാച്ച് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിക്കും അങ്ങനെ കിട്ടി. കണ്ടില്ലേ, ഞാൻ ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഞാനും ഇതിന്റെ വലിയ ഫാനാ. കിറ്റി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കന്നാ സാറേ, ചിപ്സ്, ബർഗർ, കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. പക്ഷെ സമോസ മാത്രം ഇല്ല. കഴിഞ്ഞ ദിവസം വല്യച്ഛന് ഞാൻ വാങ്ങിക്കൊടുത്ത ഒരു കള്ളിമുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സമോസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടികൈ. പഞ്ച് കൊടുത്തത് ബോക്സറും സൗണ്ട് വന്നത് കിച്ചണിന്നും. ഈ ടിവിയുടെ സെറാർ സൗണ്ട് ഉണ്ടല്ലോ, വളരെ നല്ലതാണ്. 5.1 ചാനൽ. വാവ്. വലിയ ഈ ശബ്ദം ടിവി എന്നല്ല, കിച്ചണിന്നാ വന്നത്. വരൂ, നമുക്ക് എല്ലാവർക്കും പോയിട്ട് എന്താ കാര്യം നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ല. വാ, തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ ആ മാച്ച് മിസ്സായി പോകും. വരൂ, നമുക്ക് പോയി മാച്ച് കാണാം. സമൂസയുടെ കൂടെ കഴിക്കാൻ കിച്ചണിൽ പോയി സോസ് എടുത്തിട്ട് വരാം. അത് ശരി. അപ്പൊ ഇത്ര നേരം ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയത് നീയാണല്ലേ? ഇനി ഒരു കാരണവശാലും എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ല ഞാൻ. സിലിണ്ടർ, നീ വീണ ശബ്ദം വരുന്നില്ലേ അത്? അപ്പൊ നിന്റെ ശബ്ദം വരുന്നില്ലേ ഞങ്ങൾ നേരത്തെ കേട്ടത്? നീ എന്റെ ബോക്സിംഗ് മാച്ച് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തു. നീ നോക്കിക്കോ, ഇനി ഞാൻ നിന്നെ എങ്ങനെയാണ് നല്ല പഞ്ച് ഇടിയിടിച്ച് അകത്താക്കുന്നതെന്ന് കണ്ടോ നീ? Come on, Gillu. Come on, Gillu. ഞാൻ അബദ്ധത്തിൽ കഴിച്ച ചില്ലി സോസ് എനിക്കിട്ട് പണി തന്നെന്നാ തോന്നുന്നേ. ഞാൻ മരുന്ന് കഴിച്ചിട്ട് വേഗം വരാം. നിക്കു ഹണി, ഞാനും നിന്റെ കൂടെ വരാം. വേണ്ട, ഇപ്രാവശ്യം എന്താ ഞാൻ സിലിണ്ടറിനെ പോലെ ഇരിക്കാൻ പോകുന്നില്ല. എന്തൊരു ഇടിയാ. ഹണി, നീ ആ ടേബിളിൽ പോയിരിക്കും. ഞാൻ നിനക്ക് മരുന്ന് എടുത്തോണ്ട് വരാം. കിറ്റി ഒന്ന് വേഗാവട്ടെ. എന്റെ വയറ്റിൽ നിന്ന് ഗുൾഗുൾ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങി. മരുന്ന് വേണമെന്നില്ല കിറ്റി, എനിക്കിപ്പോ നല്ല സുഖമുണ്ട്. ദാ ഇത് കുടിക്ക് ഹണി. ഓ അങ്ങനെ തന്നെ കൊടുക്ക്. ആഹാ, ഇവരെല്ലാം മാച്ച് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ മനസമാനത്തോടു കൂടി ഈ പഞ്ച് ബാഗിൽ കയറി ഇരുന്ന് മാച്ച് കാണും. ഇനി ആർക്കും എന്നെ കണ്ടെത്താനാകില്ല. ഹായ്, എന്നെ പോലെ സ്മാർട്ടായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. എന്റെ ഗില്ലു, എന്ത് ഇടിയാ ഇടിക്കുന്നേ? ഒന്ന് മര്യാദക്ക് ഇടിക്കേ. മിക്കവാറും ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. നീ ഗില്ലു ഫയൽമാനം ബോക്സിംഗ് പഠിപ്പിക്കാൻ പോവുകയാണോ? ആ അതെ.
ഓ എന്നാ പിന്നെ ഈ ബോക്സിംഗ് നീ എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചതാ ഹണി. തീർച്ചയായിട്ടും പഠിപ്പിച്ചുതരാം. നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുതരാം പോപ്പട്ടെ. പിന്നെ എന്തിനാ എത്ര വൈകിക്കുന്നത്? തുടങ്ങിക്കളയാം. എന്നാ പിന്നെ തുടങ്ങിക്കളയാം. നിന്റെ ട്രെയിനിങ് ഉണ്ടല്ലോ, നമ്മളിതാ ഇപ്പൊ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വാ, ആദ്യം നിനക്ക് ഞാൻ കുറച്ച് പഞ്ചിങ് ട്രിക്സ് പഠിപ്പിച്ചു തരാം. നോക്ക്, പഞ്ചിലിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം. ദാ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ പിന്നെ ഇങ്ങനെ. ദാ നീ കണ്ടില്ലേ എന്റെ ശക്തി? കണ്ടില്ലേ? ദാ ഈ പഞ്ചിങ് പെറ്റ് പോലും കരഞ്ഞു പോയി. ഈയടാ, പഞ്ചിങ് ബാഗ് അല്ലടാ, ഞാനാടാ. തല്ലു നിർത്ത്. നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഉറക്കക്കുളിയും വായുവിന്റെ പ്രശ്നമാണെങ്കിൽ ആയുർവേദ ചൂർണമും കഴിക്കൂ. ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ന് ഇന്ത്യയിലേക്ക് വരേണ്ട എണ്ണക്കപ്പൽ വരുന്ന വഴിക്ക് 2 കിലോമീറ്റർ ഇടയ്ക്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ച് 200 ഗാലൻ എണ്ണയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എണ്ണ കൊള്ളയടിക്കപ്പെട്ടതും കപ്പൽ ഭാരം കുറഞ്ഞ് മുകളിലേക്ക് പൊങ്ങി. എണ്ണ കൊള്ളയടിക്കും മുമ്പ് കപ്പൽ വെള്ളത്തിൽ താഴ്ന്നിരുന്നു. 200 ഗാലൻ പോയപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി. ഭാഗ്യത്തിന് എണ്ണ മുഴുവനും കൊള്ളയടിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് പൊങ്ങി പൊങ്ങി വന്ന് ആകാശത്തിൽ കൂടെ പറക്കുമായിരുന്നു. ആർക്കാണ് കടലിൽ വെച്ച് എണ്ണ മോഷ്ടിക്കാൻ പറ്റുക? ഈഷ്, ആ ന്യൂസ് സത്യമാണ്. ഇൻസ്പെക്ടർ പാണ്ട ഇതങ്ങ് തമാശക്ക് പറഞ്ഞതല്ലേ? ഇതിനു മുമ്പ് 5 പ്രാവശ്യം ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എണ്ണ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണോ? സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഒരുപാട് പേര് സംശയമുണ്ട്. പക്ഷെ ആരെയൊക്കെ എങ്ങനെ സംശയിക്കും? എന്നാ പിന്നെ ഇവിടെ നിന്ന് വാചകടിക്കാതെ പോയി അന്വേഷിച്ചിട്ട് എന്താ കാര്യം കണ്ടുപിടിക്കാൻ നോക്ക്. ഈഷ്, ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇൻസ്പെക്ടർ പാണ്ട, പക്ഷെ ഞങ്ങൾക്ക് എണ്ണ കടത്തിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ. നിങ്ങൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ളതല്ലേ? ഇപ്പോൾ വേറൊരു കപ്പലും വരുന്നുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം വന്ന് ആ കപ്പലിനെ ഉറവിടത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ഓക്കെ, താങ്കൾ കപ്പലിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കൂ. താങ്ക് യു എന്റെ കുട്ടികളെ. ഞാനിതാ ഈ ഡോക്കിൽ തന്നെ ഉണ്ടാകും. കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണ്ടി കപ്പലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം ചെല്ലൂ. അതെ, നിക്ക്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ വെറുതെ വിട്. ഇവർ കള്ളന്മാരുടെ ചാരന്മാരാണ്. അതാ തോക്ക്. ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. ക്യാപ്റ്റൻ, ഇയാളാണ് കള്ളൻ. ഇവൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. സെക്യൂരിറ്റി കള്ളന്മാരെ പോലെ മുഖം മറച്ചാണോ നടക്കുന്നത്? ഈ കപ്പലിൽ എണ്ണയുള്ളതുകൊണ്ട് അതിന്റെ പണം ശക്തമായി പുറത്തേക്ക് വരും. അത് ശ്വസിക്കാതിരിക്കാനാണ് ഗാർഡ്സ് തുണി കൊണ്ട് മുഖം മറച്ചിരിക്കുന്നത്. ഓ സോറി. എടോ, ആരാ താൻ? ഒന്ന് പതുക്കെ ചോദിക്കേ, ഞാൻ കള്ളനാണ്. അത് ശരി, ഞങ്ങൾ തന്നെ ഇവിടെ പിടിക്കാൻ വന്നത്. എന്തിന്? ഞാൻ തന്നെ പശുവിനെ വല്ല മോഷ്ടിച്ചോ? ഇല്ല, എന്റെ കയ്യിൽ പശുവൊന്നുമില്ല. ചിലപ്പോ വേറെ ആരുടെങ്കിലും പശുവിനായിരിക്കും മോഷ്ടിച്ചത്. പിന്നെ എന്തിനാണോ എന്നെ പിടിക്കാൻ വരുന്നത്? കാരണം എന്താന്ന് വെച്ചാ നീ എണ്ണ മോഷ്ടിക്കാറില്ലേ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ആ, അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാൻ വന്നത്. എന്നെ പിടിക്കാനേ ഇമ്മണി പൊളിക്കും. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എടാ പെരിങ്കള്ള, അവിടെ നിക്കടാ. അയ്യോ, ഞാൻ ഓടി തളർന്നു. നീ ജയിച്ചു. ഇനി പൊയ്ക്കോ, പൊയ്ക്കോ. ഓക്കേ. എടോ, നമ്മൾ തമ്മിൽ റേസ് ഒന്നുമല്ലല്ലോ വെച്ചത്. ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ വരുമായിരുന്നില്ലേ? ഓക്കെ, എന്നാ ശരി, ഞാൻ ഓടാം. നീ പുറകെ വന്ന് പിടിച്ചോ. കണ്ണടച്ച് 1 മുതൽ എണ്ണിക്കോ. ഓക്കേ. അയ്യോ, മോഷ്ടിക്കുന്നോടാ, നടക്ക.
പോപ്പട്ടെ, നീ കള്ളനെ പിടിക്കുന്നതിന് പകരം നീ ബൈനോക്കുളർ വെച്ച് കടലിന്റെ ഭംഗി കാണുകയാണോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. 1/2 ലിറ്റർ എണ്ണയുടെ വിശ്വാസം പോലും നിനക്ക് കൂട്ടുകാരോടില്ലേ? ദാ ആ കപ്പൽ കുറെ നേരമായിട്ട് നമ്മുടെ കപ്പലിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? അതൊരു ഫിഷിംഗ് ഷിപ്പാണ്. കടലിൽ ഈ ഭാഗത്തായിട്ട് ഒരുപാട് മീനുകളെ കിട്ടുന്നുണ്ട്. ആ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഈ കാര്യം പറഞ്ഞത്. കള്ളനെ പിടിച്ചു. എണ്ണക്കള്ളനെ നീ പിടിച്ചോ? അതെ, ഇയാള് തന്നെ പറഞ്ഞത് ഇയാൾ കള്ളനാണെന്ന്. അത് നീ ഇത്ര സ്വകാര്യമായി പറയുന്നത് എന്തിനാ? ഇയാളാ എന്നോട് സ്വകാര്യത്തിൽ പറയാൻ പറഞ്ഞത്. അയ്യോ, ഞങ്ങളെ ആ സമയത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യമായി പറയാൻ പറഞ്ഞത്. ഇനിയിപ്പൊ പിടിച്ചു കഴിഞ്ഞില്ലേ, മര കഴുതയാണല്ലോ. മോദി സംസാരിച്ചത്. സംസാരിച്ചില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഈ കള്ളനെ തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളാണോ കള്ളന്മാർ? നിങ്ങളാണോ എണ്ണ മോഷ്ടിച്ചത്? അത് പിന്നെ ഗാർഡ്സ് കണ്ടത് കൊണ്ട് കടയിൽ ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഓടിയത്. പോപ്പട്ടെ, ഈ കപ്പൽ അത് തന്നെയാ നമ്മുടെ പുറകെ വന്നത്. ഇതിൽ തന്നെയാണ് കള്ളന്മാരുള്ളത്. വേഗം വാ. എന്റെ കർത്താവേ, കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കേട്ടാ. ഇനി ഏതായാലും അടിച്ചങ്ങ പൊളിച്ചേക്കാം. നിങ്ങളൊക്കെ ആരാണ്? മത്സ്യകന്യകന്മാരാണ്? ഞങ്ങളെ മത്സ്യകന്യകരൊന്നും അല്ല, നിന്നെ മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തോന്ന്? ഈ ചീവീട് പോലത്തെ ശബ്ദം ആര് കേൾക്കാനാ? ഞാൻ തന്നെ വിളിച്ചോളാം. ഗാഡ്സ്! എടാ കഴുത, നീ എന്താ ചെയ്തത്? നിങ്ങളെ കുടുങ്ങി കേട്ടാ. ഇനി രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഞങ്ങൾ കുടുങ്ങിയിട്ടൊന്നുമില്ല. നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അവന്മാരെ പിടിക്കടാ. അയ്യോ! അവനെ പിടിക്കേ. താനിത് എങ്ങോട്ടായി പോകുന്നത്? ആ കയ്യിലിരിക്കുന്ന മീൻ കുറഞ്ഞ വിലക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. കണ്ടില്ലേ ഞാൻ എങ്ങനെ ഇടിച്ചുവെന്ന്? ആ കണ്ടു, നീ എന്നെ തന്നെ ഇടിച്ചത്. ഇനി ഞാൻ എങ്ങനെ ഇടിക്കാൻ പോകുന്നത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ തോർത്താറേ. എന്നാ പിടിച്ചോ, ഇതാണ്. എന്താ ഈ കാണിക്കുന്നേ? ഓ, ഞാൻ ജയിച്ചേ. താങ്ക് യു അളിയ, എന്റെ പുന്നാര അളിയനാ. ഹണി, നീ എന്തായി ആലോചിക്കുന്നേ? ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാലേ, കളിക്കുന്നൊരു ഹെലികോപ്റ്റർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ അത് ആ ഡെലിവറി ബോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അയാൾ ഇനി അത് അയാളുടെ മോന് വല്ല എടുത്ത് കൊടുത്തിട്ടുണ്ടാവോ. മോൻ ഇനി അത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എല്ലാരും ഇംപ്രസ് ആയി കാണും, ചിലപ്പം ഫേമസ് ആയി കാണും. മാത്രമല്ല അവനെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആക്കാനും സാധ്യതയുണ്ട്. ഒരു കാര്യം അറിയോ? സത്യത്തിൽ നീ ഇത്ര ഉയരത്തിൽ ചിന്തിച്ചു കൂട്ടിയില്ലേ? അത്ര ഉയരത്തിൽ ഹെലികോപ്റ്ററിന് പോലെ. ദാ നോക്ക് കൂട്ടുകാരെ, ഞാൻ ഓർഡർ ചെയ്ത എന്റെ ഹെലികോപ്റ്റർ ഇതാ വന്നു. എന്റെ അമ്മോ, ഇത് ശരിക്കുള്ള ഹെലികോപ്റ്റർ ആണല്ലോ. ഉറപ്പായിട്ട് കൊറിയർകാരന് സാധനം മാറിപ്പോയതാ. എന്നിട്ട് ഹണിക്ക് ഹെലികോപ്റ്റർ മാറ്റി കൊടുത്തു. സാധാരണ ഗാർഡനുകളിലെ ഇതുപോലുള്ള ഹെലികോപ്റ്ററുകള് സ്വാഭാവികമാണ് കൊച്ചലിയ. എടാ ഹണി, ഈ ഹെലികോപ്റ്റർ ഗാർഡനിൽ വെക്കാൻ പറ്റില്ല. ഹണിയാണ് ഇത് വരുത്തിയത്. അതിന്റെ സന്തോഷത്തിലാ. ഇനി തിരിച്ചു കൊടുക്കാനും പറ്റില്ല. ഇതിന് ഏതെങ്കിലും മൈതാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതാ. ആ കൊറിയറുകാരൻ ചതിച്ചല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എനിക്ക് തരേണ്ട ഹെലികോപ്റ്റർ വേറെ ആർക്കോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഹെലികോപ്റ്റർ എനിക്ക് തന്നിട്ട് പോയി. ഇനി എന്റെ ശരിക്കുള്ള ഹെലികോപ്റ്റർ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? മുതലാളിമാരെ, രണ്ടുപേരും കൂടി ഞങ്ങളെ ഒന്ന് തള്ളി സഹായിക്കും. ഓക്കേ. അയ്യോ ക്ഷീണിച്ചേ. ദാ നോക്കിയേ, ഈ ഹെലികോപ്റ്ററിൽ പിയാനോ ഉണ്ടല്ലോ. ദാ നോക്കിയേ, ഒരുപാട് സ്വിച്ചുകളുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ? എന്റെ അമ്മോ, ഈ ഹെലികോപ്റ്റർ പറക്കുകയാണല്ലോ. സരിഗമയ്ക്ക് പകരം ഈ പട്പടുന്ന സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് നിൽക്ക് ഹണി, ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്ക്.
ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ അടി ഹെലികോപ്റ്റർ ഓണായിരിക്കുകയാണ്. ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കാൻ പഠിച്ചു. ഈ ഹെഡ്ഫോൺ വെച്ചോ കർത്ത. നമുക്ക് ഏതായാലും പാട്ട് കേട്ടോണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് പോവാം. ഇനി ഒരിക്കലും സ്കൂട്ടർ കൊണ്ട് ഞാൻ ഹെലികോപ്റ്ററിനെ വലിക്കില്ല. എന്തിനാ ഞാൻ സ്കൂട്ടർ തന്നെ ഇരിക്കില്ല. അവരെങ്ങോട്ടാ പോയത്? ആ കഴുത ഹെലികോപ്റ്റർ കൊണ്ട് എങ്ങോട്ടോ പോയി. അത് തൂങ്ങിക്കിടക്കുന്ന സോർദാറിന്റെ അവസ്ഥ എന്തായോ എന്തോ. സംശയമുണ്ടോ? എന്റെ ഹെലികോപ്റ്റർ എവിടെയാണാവോ ലാൻഡ് ചെയ്തിരിക്കുന്നത്? സിറ്റി മൊത്തം നോക്കിയിട്ട് കണ്ടുപിടിക്കാനായില്ലല്ലോ. അയ്യോ സോറി ചേട്ടാ, ഇതാ പിടിച്ചോ നിങ്ങളുടെ ഹെലികോപ്റ്റർ. ആ കുഴപ്പമില്ല കുട്ടികളെ. ഇനി ഗീർ എനിക്ക് തന്നേക്ക്. ഇനി ഞാൻ ഓടിച്ചോളാം. ആദ്യം നീ എന്നെ കണ്ടു പഠിക്കേ, അതിനുശേഷം ഞാൻ പിന്നീട് ആലോചിക്കാം നിനക്ക് എപ്പോഴാ ഓടിക്കാൻ തരണ്ടേന്ന്. ഞാനാണ് സ്പീഡ് കുറച്ചത്. എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാം. അയ്യോ ഇതെന്റെ ഹെലികോപ്റ്റർ ആണല്ലോ. എന്റെ ഹെലികോപ്റ്റർ. ദേ പോകുന്നു ആ ഹെലികോപ്റ്റർ. വേഗം വാ, ആ ഹെലികോപ്റ്റർ താഴെ വീഴുന്നതിന് മുമ്പ് അവരെ നമുക്ക് രക്ഷിക്കണം. ഈ വല ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാ ഹെലികോപ്റ്ററിൽ വീഴുവോ? പോപ്പട്ടെ, നീ എന്തിനാ ഹണിയെ പോലെ സംസാരിക്കുന്നേ? എടാ ഇത് ജോർദാറിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇപ്പൊ ഞാനായി കഴുത. ഇതത്ര നല്ല കാര്യമല്ല. സംശയമുണ്ടോ? ദേ നോക്ക്, വീണു വീണു വീണു. രക്ഷപ്പെട്ടു. വാ വാ. വീണു വീണു ദേ വീണു. രക്ഷപ്പെട്ടു. ഇത് എപ്പ വേണമെങ്കിലും താഴെ വീഴാം. നമ്മൾ തന്നെ അതിനകത്തേക്ക് കയറി അവരെ രക്ഷിക്കണം. കുറച്ച് ലെഫ്റ്റ്, കുറച്ച് റൈറ്റ്. ടാർഗറ്റ് ലോക്ക്ഡ്. ഫയർ. പോപ്പട്ടെ, നീ എന്താ ഇവിടെ? നീ വേഗം ചെന്ന് ഹെലികോപ്റ്റർ താഴെ ഇറക്കാൻ പറ. അയ്യോ, എനിക്ക് പറക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗിയറെ പങ്കിട്ടെടുക്കാം. സാധാരണ നമ്മൾ ചോക്ലേറ്റ് പങ്കിട്ടല്ലേ എടുക്കാറുള്ളത്. ഇത് എന്തായാലും ഭാവിയിൽ എന്റെ എല്ലുകൾ ഒടിയുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു. എന്നെ രക്ഷിക്കണേ. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ, എന്താ ഇത്? അയ്യോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളോട് മഹാരാജാവ് ചൂർണ സിംഗിന്റെ കഥയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രേതം കുട്ടികളെയൊക്കെ പേടിപ്പിച്ച് അവരുടെ മരുന്നും ചൂർണൊക്കെ എടുത്ത് തിന്നോത്രേ. ഇതുപോലുള്ള പേടിപ്പിക്കുന്ന കഥകൾക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാണൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഹണിയുടെ അഡ്വഞ്ചർ. എല്ലാരും വന്നേ, അടുത്തേക്ക് വാ. ബൗ.
ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ, എല്ലാരെയും പേടിപ്പിക്കാൻ വേണ്ടി. എടാ, ഇങ്ങനെയാണോ പേടിപ്പിക്കുന്നത്? ആ, ആ, കൂട്ടുകാരെ അടിപൊളി, അടിച്ചു പൊളിച്ചു തിമിർത്തു. നമ്മുടെ ഹൊറർ വീഡിയോക്ക് ഇപ്പൊ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പ്രേതകഥ കണ്ടെത്തണം. പൂവിൽ നിന്നും തേൻ കുടിക്കുന്നു വണ്ട്. മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിൽ പ്രേതങ്ങളുണ്ട്. അടികൈ. അതെ, ആ കൊട്ടാരം നമ്മുടെ അടുത്ത വീഡിയോക്ക് പറ്റിയ സ്ഥലമാണ്. മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതകഥകൾ വളരെ ഫേമസ് ആണ്. പക്ഷെ വീഡിയോക്കുള്ള ഐഡിയ കണ്ടുപിടിക്കണ്ടേ? ശരിക്കുള്ള പ്രേതം നമ്മളുടെ വീഡിയോക്ക് വേണ്ടി വരില്ല. വേവിക്കാൻ ഉരുളക്കിഴങ്ങ് വെച്ചാൽ നീട്ടിയടിക്കും കുക്കർ. മഹാരാജാവിന്റെ പരിചാരകന്റെ റോളിന് വേണ്ടി റെഡിയാണ് 2 ആക്ടർ. അടികൈ. കന്നാ സാറേ, അവരോട് പറയണം മഹാരാജാവ് രഞ്ജിത്തിന്റെയും രാമുക്കാക്കയുടെയും വേഷത്തിൽ വരാൻ. ഇന്ന് രാത്രിയാ പറ്റിയ സമയം. ഡ്രസ്സിന്റെ കാശ് ഞങ്ങൾ പിന്നീട് അവർക്ക് കൊടുത്തോളാം. എന്റെ പിള്ളേരെ, അമ്പലത്തിൽ പോയാൽ പ്രസാദം തരും. ഡോണ്ട് വറി, അവരുടെ ഡ്രസ് അവരിട്ടോണ്ട് തന്നെ വരും. എന്തിനു വൈകിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. ഇപ്രാവശ്യം എവിടെയാണ് മഹാരാജൻ വേദനിച്ചത്? ഹൃദയത്തിലാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഞാനാണ് മഹാരാജാവ് രഞ്ജിത്തിന്റെ പ്രേതം. മാത്രവുമല്ല, ഞാൻ രാമു കാക്കയുടെ പ്രേതവുമാണ്. ഇവര് പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണെന്നാ തോന്നുന്നത്. ഡ്രസ്സിൽ മാത്രമല്ല ക്യാരക്ടേഴ്സിലും കടന്നു വന്നിട്ടുണ്ട്. ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ശരിക്കും മഹാരാജാവ് രഞ്ജിത്തിനെ പോലെ തന്നെയുണ്ട്. പ്രേതങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ദാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്. നിൽക്കൂ, നമ്മെ പേടിപ്പിക്കരുത് പ്ലീസ്. അല്ല, ഇവർ ഫുൾ മൂഡിലാണെന്ന് തോന്നുന്നു. ദാ നോക്ക്, ഇനി നിങ്ങൾ അഭിനയിക്കേണ്ടത് ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. ഞങ്ങൾക്ക് സമയം ഒട്ടും തന്നെ ഇല്ല. അതെ, വരൂ നമുക്ക് തുടങ്ങാം. വേഗം ക്യാമറ ഓൺ ചെയ്യ്. അതെ ഹണി, നീ ദാ ഇവിടെ നിന്ന് പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു വരണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ അല്ല. കാലെടുത്ത് മാറ്റ്, കാലെടുത്ത് മാറ്റ്. മാപ്പ് തരണം മഹാരാജൻ, മാപ്പ് തരണം. കുഴപ്പമില്ല മിത്രമേ. ഇനി ഞാൻ ഇവരെ പ്രേതങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ കാണിക്കാം. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. എന്താ ഹണി, നീ എന്താ ഈ കാണിക്കുന്നത്? ആക്ഷൻ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ആക്ഷൻ ചെയ്യുവാണ്. ഡിഷ്യം ഡിഷ്യം. ആക്ഷൻ പറഞ്ഞപ്പോ പഞ്ച് ചെയ്യുന്ന കണ്ടില്ലേ? ഇനി കട്ട് പറഞ്ഞ കടിക്കുവോ? അവന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. എന്റെ ദൈവമേ, ഹണി നീ പറഞ്ഞു തുടങ്ങിയേക്ക്. ഹലോ, ഞങ്ങളുടെ പുതിയ ക്യൂട്ട് ചാനലായ ഹണി അഡ്വഞ്ചറിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾ മഹാരാജാവ് രഞ്ജിത്തിന്റെ ജൽപ്പനകളെയും കൽപ്പനകളെയും കുറിച്ചുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മഹാരാജാവ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ പരിചാരകനായ രാമുക്കാക്കയോടൊപ്പം എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് മഹാരാജാവ് രാമുക്കാക്കയുടെയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചാരകൻ രഞ്ജിത്തിന്റെയും പേര് വിളിച്ചത് മാറിപ്പോയി, ഹൃദയം വിങ്ങിപ്പോയി. പ്രേതം. ഇവർ നല്ല അടിപൊളി ആക്ടേഴ്സ് ആണല്ലോ. പ്രേതങ്ങളുടെ എൻട്രിക്ക് വേണ്ടി സ്വന്തമായി കയറും കൊണ്ട് വന്നിരിക്കുകയാണ്. കയറാണെങ്കിൽ കാണുന്നുമില്ല, പക്ഷെ പേടിപ്പിക്കുന്ന എല്ലാ എഫക്ട്സും പുറകെ വരുന്നുണ്ട്. കന്യാ സാറേ, സാർ ഒരിക്കൽ ആർട്ടിസ്റ്റ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പനിനീർ പൂവിന്റെ നിറം ചുവപ്പല്ല. ഞാൻ എന്റെ ടാലന്റിൽ ഒരിക്കലും അഹങ്കരിച്ചിട്ടേ ഇല്ല. അടികൈ. ഇദ്ദേഹമാണ് മഹാരാജാവ് രഞ്ജിത്ത്. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ പരിചാരകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ് ഞാൻ. കൊച്ചലി അതാ കണ്ടോ? ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കണ്ണീന്ന് പ്രകാശം വർദ്ധിച്ചത് കണ്ടോ നീ? കൊള്ളാം, അടിപൊളി എഫക്റ്റ് ആണ്. നല്ല ലെൻസസ് ആണല്ലോ. 2-3 പ്രാവശ്യം ഇതേണക്കുള്ള എഫക്റ്റ് കിട്ടിയ വീഡിയോ പേടിപ്പിക്കുന്നത് തന്നെയാവും. നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. കൂട്ടുകാരെ, പ്രേതങ്ങളുടെ കാലുകൾ പുറകോട്ടായിരിക്കും. ഇവരുടെ കാലുകൾ നമുക്ക് തിരിച്ചു വെച്ചാലോ? അപ്പൊ പ്രേക്ഷകർ കുറച്ചുകൂടി പേടിക്കും. ദേ നോക്ക്, നിങ്ങളുടെ കാലുകൾ പ്രേതങ്ങളെ പോലെ പുറകിലോട്ടാക്കി വെക്കാമോ? കന്യാ സാർ കൊണ്ടുവന്നിരിക്കുന്ന ആക്ടേഴ്സ് വളരെ അടിപൊളിയാണ്. രണ്ടുപേരും തയ്യാറെടുപ്പോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്ന ചില ആളുകളുടെ മനസ്സിലുണ്ട് നന്മ. ഇതാണ് സത്യത്തിൽ ഇവരുടെ ആക്ടിങ്ങിന്റെ മേന്മ. അടികൈ. എന്തായാലും സംഭവം കലക്കി. ഇനി റെക്കോർഡിംഗ് ചെക്ക് ചെയ്യ പണി. അല്ല കൊച്ചലിയ, ഇവർ രണ്ടുപേരും എന്താ ക്യാമറ കാണാത്തത്? കൂട്ടുകാരെ, എനിക്കും കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. ക്യാമറ എങ്ങനെ റിപ്പയർ ആയി പോയതാണോ? ബണ്ണി, അല്പം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഇതാണ് മഹാരാജാവ് രഞ്ജിത്ത്. ഇതാണ് അദ്ദേഹത്തിന്റെ സേവകൻ രാമു കാക്ക. മഹാരാജാവിന്റെ ഏറ്റവും അരുമയായ ദാസനാണ് ഞാൻ. അപ്പൊ ഇവർ വേറെ ആരുമല്ല, മഹാരാജാവ് രഞ്ജിത്തിന്റെ രാമു കാക്കയുടെ പ്രേതങ്ങളാണ്. ഇന്നും കൊറോണ കൂടി. എനിക്കും വരുന്നുണ്ട് പേടി.
എന്റെ പിള്ളേരെ, ഞാൻ ഈ വാള് വെച്ച് ആ പ്രേതത്തിനെ കൊല്ലും. കന്നാ സാറേ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പ്രേതത്തിന് ആർക്കും കൊല്ലാൻ പറ്റില്ല. കന്നാ സാറേ, മഹാറാണിയുടെ വേഷത്തില് മഹാരാജാവിനോട് നിൽക്കാൻ പറ. ചിലപ്പോ അനുസരിച്ചാലോ? സംശയമുണ്ടോ? തടി കുറയ്ക്കാൻ ആളുകൾ ഉപയോഗിക്കും ഹണി. എന്നെ വെറുതെ വിടൂ, ഞാനാണ് അങ്ങയുടെ റാണി. അടികൈ. നിങ്ങളുടെ പേടിപ്പിക്കല് വീഡിയോ എടുക്കുന്ന തമാശ കഴിഞ്ഞെങ്കിൽ വേഗം വാ, നമുക്ക് ജീവനെ കൊണ്ട് ഓടാം. കൊച്ചലിയ, ആ ക്യാമറക്ക് വേണ്ടി ആ പ്രേതത്തിന്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് വേറെ പുതിയ ക്യാമറ വാങ്ങിച്ചാ പോരായിരുന്നോ? എന്റെ ഹണി, ഈ ക്യാമറ ഓൺ ആയിരുന്നു. മാത്രമല്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ഇതിലെല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട്. ഇതില് പ്രേതങ്ങൾ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവരുടെ ശബ്ദം ഉണ്ടല്ലോ, നീ കണ്ടോ? ഈ വീഡിയോ ഒരുപാട് ഹിറ്റാവും. ഇനി ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ വീഡിയോയുടെ എൻഡിൽ മഹാരാജാവ് രഞ്ജിത്തിന്റെ കൊട്ടാരത്തിന്റെ അഡ്രസ് കൊടുത്തേക്കാം. സംശയമുണ്ടോ? നമ്മുടെ കന്നാ സാറ് എവിടെ? അയ്യോ. കന്നാ സാറേ, ഓടിച്ചോ. നിനക്ക് എന്ത് പറ്റി ഹണി? പേടിച്ച് പേടിച്ച് നിനക്ക് അവസാനം വട്ടായോ? ഏയ്, എന്താ ഇത്? കട്ട് കട്ട് കട്ട്. എടോ, ഇയാള് ഹീറോയെ തല്ലുകയാണ്. ഹീറോയെ തല്ലാൻ പാടില്ല. അല്ല, ആരാ അയാള്? എന്റെ പേര് ചച്ചു ചോപ്രി. ഞാനെടുത്ത ചെരുപ്പ് കോലാപൂരി. ഇയാള് ഗാങ്സ്റ്റർ ആണ്. എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രക്ഷിക്കണേ. മാറി നിൽക്ക്. ഇന്ന് ഞാൻ അവനെ കിഡ്നാപ്പ് ചെയ്തിരിക്കും. ഹണി, നീ എന്താണ് ഈ സൈക്കിള് തലതിരിച്ചോടിക്കുന്നത്? എടാ കർത്ത, എന്റെ സുഹൃത്തെ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള മൂഡിലാണ്. ഹണി, ഈ സ്റ്റാൻഡ് ഒന്ന് താഴേക്കാക്ക്. ഞാനും അതിനെ ശ്രമിക്കുന്നത്. നിനക്ക് കുറച്ചുകൂടെ ഭാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നേരെ താഴേക്ക് തന്നെ വന്നേനെ. നിനക്കെന്താടാ ബുദ്ധിയില്ലേ? അയ്യോ ഇല്ല. അല്ല, ഇതെന്താ? ബോസ് ബോധം കെട്ട് വീണു. വേഗം ഇദ്ദേഹത്തെ എഴുന്നേപ്പിക്ക്. നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. അയ്യോ സോറി, അറിയാതെ സംഭവിച്ചതാണ്. നിൽക്ക്, ഞാൻ മാപ്പ് ചോദിക്കാം. താങ്ക് യു. നീ എന്നെ കിഡ്നാപ്പുകാരിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അതെയോ? ഞാൻ രക്ഷപ്പെടുത്തിയ കാര്യം ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അവരിതേ പിണ്ടം പണ്ഡിറ്റിനെ കൊണ്ട് പോവുക. അയാളെ പോയി രക്ഷിക്ക്. അവിടെ നിക്ക്.
വാവ്, എന്തൊരു ബോഡി ഗാർഡാ ഞാൻ. ഈ വടി കൊണ്ട് തന്നെ ഞാൻ വെടിവെച്ചു. എന്റെ പേര് ചന്തു ചബ്രി. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരി. ആശ മാറിയെന്നോ? ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്റെ അളിയൻ തനിച്ചാണെന്ന് കരുതിയോ? അല്ല, ഡൈവിംഗ് ബോട്ട് തന്നെ ഇല്ലല്ലോ. പിന്നെങ്ങനെ ഇയാൾ ഡൈവ് ചെയ്തത്? വേഗം പുറത്തെടുക്ക്. എടാ, എന്നെ പുറത്തെടുക്ക്. താങ്ക് യു. പെട്ടെന്ന് ഞാൻ മറന്നുപോയി, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അല്ല, സത്യത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പിണ്ടം മണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ. എടാ, ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ആരാണെന്ന് അറിയില്ലേ? സാർ, അങ്ങേ മറക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എടാ, അവനെ അറിയില്ലെന്നാണ് ചോദിച്ചത്. അവനാണ് ചന്തു ചപ്രി. അത് ശരി, അദ്ദേഹത്തിന്റെ ബോഡിയാണ് ഞാൻ ഗാർഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ബോഡി ആര് ഗാർഡ് ചെയ്യും? നിക്കോടെ. എന്റെ പേര് ചന്തു ചബ്രി എന്നാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരിയാണ്. നാണുല്ലേ, താൻ എപ്പോഴും ചെരുപ്പ് ഇങ്ങനെ കയ്യിലാണോ ഇടുന്നത്? എടാ ചബ്രി, ഇന്നത്തോടെ നിന്റെ ചെപ്പലിന്റെ പണി ഞാൻ തീർക്കും. ഞാൻ പോയി. സോറി വലിയ, കുറച്ച് താമസിച്ചു പോയി. താമസിച്ചാലും ഞങ്ങൾ സമയത്തിനെത്തി. സംശയമുണ്ടോ? ആരാ നിങ്ങളൊക്കെ? ഈ ബോഡി ഗാർഡിന്റെ ബോഡി ഗാർഡാ. ഇവന്മാരെയൊക്കെ വേഗം പിടിക്കടാ. അടിപൊളി ഹണി, അവസാനം നിങ്ങൾ ചജ്ജു ചാപ്രിയെ പിടിച്ചല്ലോ. ഞാൻ തനിച്ചല്ല സാർ പിടിച്ചത്. എന്റെ കൂട്ടുകാർ വന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത്. കാരണം അതിന് സഹായിച്ചത് ഇതാ ഇവരാണ്. ക്രെഡിറ്റ് തരികയാണെങ്കിൽ മൊത്തത്തിൽ തരാൻ നോക്കണേ. മാളിൽ ഷൂട്ടിംഗ് മുതൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മറഞ്ഞു നിന്ന് തന്നെ സഹായിക്കായിരുന്നു. സംശയമുണ്ടോ? ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ ബോഡി ഗാർഡാണ്. ഇല്ല സാറേ, ഞങ്ങൾക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ല. താങ്കൾ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് പ്രൊഫഷണൽ ബോഡി ഗാർഡിനെ വിളിക്കേ. ഇതും ശരി തന്നെയാണ്.